വളരെ അർത്ഥവത്തായ ഈ ടർക്കിഷ് പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. വനം ചുരുങ്ങിക്കൊണ്ടിരുന്നെങ്കിലും മരങ്ങൾ കോടാലിക്ക് തന്നെ വോട്ട് ചെയ്തുകൊണ്ടിരുന്നു. കാരണം ബുദ്ധിമാനായ കോടാലി മരങ്ങളെ വിശ്വസിപ്പിച്ചു തൻ്റെ പിടി മരം കൊണ്ടുള്ളതായതിനാൽ ഞാനും നിങ്ങളിൽ ഒരാളാണ് എന്ന്. അതുപോലെയാണ് മോദിക്ക് വോട്ട് ചെയ്യുന്ന ജനങ്ങളുടെ കാര്യം. മോദിക്ക് 3ാം ടേം കൊടുത്തതിന്റെ കനത്ത ഗുണഫലങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ അതിന്റെ മറ്റൊരു തെളിവ് പുറത്തു വന്നിരിക്കുന്നു. റീറ്റെയിൽ ഇൻഫ്ലേഷൻ കഴിഞ്ഞ 14 മാസത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷങ്ങളായി GDP-യിലെ വളർച്ച മുരടിച്ചിരിക്കുകയാണ്. തൊഴിലില്ലായ്മ രാജ്യത്ത് 40 വർഷത്തിൽ ഏറ്റവും ഉയർന്ന നിലയിലാണ്. രൂപയുടെ മൂല്യം എക്കാലത്തെയും താഴ്ന്ന നിലവാരമായ 84.47 എത്തിയിരിക്കുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റ് കഴിഞ്ഞ ഒരാഴ്ചയായി കുത്തനെ താണുകൊണ്ടിരിക്കുന്നു. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ നിന്ന് വിറ്റ് ഒഴിവായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്ന ഇൻഫ്ലേഷൻ റിപ്പോർട്ട് കാണിക്കുന്നത് ഒക്ടോബറിലെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കഴിഞ്ഞ 14 മാസത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരമായ 6.21 എത്തിയിരിക്കുകയാണ്. സെപ്റ്റംബറിൽ 9 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 5.49 ആയിരുന്നു ഇൻഫ്ലേഷൻ നിരക്ക്. അതിൽ നിന്നും ഏതാണ്ട് 0.25% കുതിച്ചുയർന്നാണ് ഇപ്പോൾ ഒക്ടോബറിൽ 6.21 എത്തിയിരിക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണം ഭക്ഷ്യവസ്തുക്കളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റമാണ്. ഒക്ടോബറിലെ ഈ വിലക്കയറ്റം 2023 ഓഗസ്റ്റിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ വിലക്കയറ്റമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇൻഫ്ലേഷന്റെ ടോളറൻസ് ലെവൽ എന്ന് പറയുന്നത് 4%. 4%-ൽ കൂടുതൽ വിലക്കയറ്റം വർദ്ധിച്ചാൽ ജനങ്ങളുടെ ജീവിതം ദുരിതമാവും. അത് 6%-ന് മുകളിൽ വർദ്ധിച്ചാൽ ഒരു തരത്തിലും താങ്ങാനാവാത്ത വിലക്കയറ്റമാണ്. അതാണ് ആ പരിധിയിൽ ലംഘിച്ച് 6.21 എത്തിയിരിക്കുന്നത്. ഉള്ളിയുടെയും തക്കാളിയുടെയും മറ്റു പച്ചക്കറികളുടെയും വില കുതിച്ചു കയറിയിരിക്കുകയാണ്. ഭക്ഷ്യവസ്തുക്കളുടെ മാത്രം വിലക്കയറ്റം നോക്കിയാൽ 9.69%-ആയാണ് ഒക്ടോബറിൽ വർദ്ധിച്ചിരിക്കുന്നത്. സെപ്റ്റംബറിൽ ഇത് 9.2% വർധനവായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. ഇത് ഗ്രാമീണ മേഖലയെയാണ് അതിരൂക്ഷമായി ബാധിച്ചിരിക്കുന്നത്. ഗ്രാമീണ മേഖലയിലെ വിലവർധനവ് സെപ്റ്റംബറിലെ 5.87 നിന്നും 6.68% വർദ്ധിച്ചിരിക്കുന്നു. നഗരമേഖലയിലാകട്ടെ സെപ്റ്റംബറിലെ 5.05 നിന്നും 5.87 ഉയർന്നിരിക്കുന്നു. റോയിറ്റേഴ്സ് പ്രഡിക്റ്റ് ചെയ്തിരുന്നത് ഒക്ടോബറിലെ ഇൻഫ്ലേഷൻ 6%-നടുത്ത്, അതായത് 5.81 എത്തും എന്നായിരുന്നു. UBS അനുമാനിച്ചിരുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് 6.15% എത്തുമെന്നായിരുന്നു. എന്നാൽ ഇവരുടെയൊക്കെ അനുമാനങ്ങളെയും കവച്ചു വയ്ക്കുന്ന നിലയിൽ 6.21 ആയിട്ടാണ് ഇത് ഉയർന്നിരിക്കുന്നത്. റിസർവ് ബാങ്ക് ലക്ഷ്യം വെച്ചിരുന്നത് 2-നും 4-നും ഇടയ്ക്ക് ഇൻഫ്ലേഷൻ നിർത്തണം എന്നായിരുന്നു. അവരുടെ പരമാവധി സഹിക്കാവുന്ന പരിധി 6% സവാളയുടെ ഹോൾസെയിൽ വില കിലോയ്ക്ക് 40 മുതൽ 60 വരെ ആയിരുന്നത് 70 മുതൽ 80 വരെയായി വർദ്ധിച്ചിരിക്കുന്നു. ഇനിയും വിലക്കയറ്റം അതിരൂക്ഷമാവാൻ ഇടയുണ്ട് എന്നാണ് RBIയുടെ വിലയിരുത്തൽ. ഇതിനെക്കുറിച്ചുള്ള ഗവൺമെന്റിന്റെ പ്രതികരണം ഈ ഇൻഫ്ലേഷൻ റേറ്റ് അടിസ്ഥാന ഇൻഫ്ലേഷനുമായി ബന്ധമില്ലാത്തതാണ് എന്നാണ്. ചീഫ് എക്കണോമിക് അഡ്വൈസർ അനന്ത നാഗേശ്വരൻ പറയുന്നത് ഭക്ഷ്യവസ്തുക്കളുടെ വില ഇൻഫ്ലേഷൻ റേറ്റ് കണക്കാക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ്. അതുപോലെ ധനകാര്യ മന്ത്രാലയത്തിന്റെ 2023-2024 സർവേ റിപ്പോർട്ടിൽ ഇൻഫ്ലേഷൻ കണക്കാക്കുന്ന ഫോർമുലയിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കളെ ഒഴിവാക്കണമെന്ന് അവർ റെക്കമെൻഡ് ചെയ്തു. അതായത് വിലക്കയറ്റം കണക്കാക്കുന്നതിൽ നിന്ന് വില കയറുന്ന വസ്തുക്കളെ ഒഴിവാക്കുക. അപ്പോൾ വിലക്കയറ്റം ഉണ്ടാവില്ലല്ലോ. ഫോർമുല മാറ്റി ജനങ്ങളെ പറ്റിക്കാനുള്ള പരിപാടിയാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ GDP കണക്കാക്കുന്ന ഫോർമുലയിൽ 2016 മോദി സർക്കാർ മാറ്റം വരുത്തിയിരുന്നു. അതുവഴി കാണിക്കുന്ന GDP നമ്പറിൽ പഴയ ഫോർമുലയിൽ നിന്നും 2%-എങ്കിലും അധികമായാണ് ഇപ്പോഴത്തെ GDP നമ്പറുകൾ കാണിക്കുന്നത് എന്നാണ് നിരവധി സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അതായത് യഥാർത്ഥത്തിൽ ഉള്ളതിലും 2% കൂടുതലാണ് മോദിയുടെ GDP നമ്പർ കാണിക്കുന്നത് എന്ന്. ജനങ്ങളുടെ സാമ്പത്തിക നിലവാരം ഉയരുന്നില്ല. അതേസമയം ജീവിത ചെലവിൽ വലിയ വർധനവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുടുംബ ബഡ്ജറ്റുകൾ താളം തെറ്റുന്നു. ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ദിനം പ്രതി ബുദ്ധിമുട്ടുകയാണ്. ഒക്ടോബറിലെ മാത്രമായുള്ള ചില ഭക്ഷ്യവസ്തുക്കളുടെ വിലവർധന ഇങ്ങനെയാണ്. പാചകത്തിന് ഉപയോഗിക്കുന്ന ഓയിലുകൾ 5.9%, പച്ചക്കറികൾ 8.1%, പഴവർഗ്ഗങ്ങൾ 1.4%. ഇത് സെപ്റ്റംബറിൽ നിന്നും ഒക്ടോബറിൽ ഉണ്ടായ വിലവർധനമാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ പച്ചക്കറികളുടെ വിലയിൽ 42% വർധനവുണ്ടായിരിക്കുന്നത്. കുക്കിംഗ് ഓയിലിന്റെ വിലയിൽ 9.5%, പഴവർഗ്ഗങ്ങൾ 8.4%, സീരിയലുകളുടെ വില 6.9%, പാലിന്റെ വില 4.8%, മാംസത്തിന്റെ വില 3.17%. ഇങ്ങനെയാണ് വിലവർധന ഒരു വർഷം കൊണ്ട് ഉണ്ടായിരിക്കുന്നത്.
നിങ്ങളിൽ ആരുടെയെങ്കിലും വേതനത്തിൽ, വരുമാനത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 15-20% വർധന ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? മോദിയുടെ അമൃതകാലം ഇനിയും തൃപ്തിയാകാത്തവർക്ക് എന്നാണ് തൃപ്തി വരിക? ഇങ്ങനെയുള്ള രാമരാജ്യം നിങ്ങൾക്ക് ഇനിയും മടുത്തില്ലേ? ഇനിയും മുന്നോട്ട് ഇതിലും വലിയ പ്രതിസന്ധികളാണ് വരാൻ പോകുന്നത്. എന്നാൽ രാജ്യത്തെ ജനങ്ങൾ ഇത്രമാത്രം കഷ്ടപ്പെടുമ്പോഴും നീരോ ചക്രവർത്തി മോദി വീണ വായിക്കുകയാണ്. ജനങ്ങളുടെ ഈ നീറുന്ന പ്രശ്നത്തിന്മേൽ ഒരു വാക്ക് പോലും ഉരിയാടുന്നില്ല. മറിച്ച് ഹിന്ദു മുസ്ലിം മതവിദ്വേഷം ഉണ്ടാക്കി തങ്ങളുടെ ഭരണം നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള അവസാന അടവാണ് മോദിയും കൂട്ടരും പയറ്റുന്നത്. പക്ഷേ ജനങ്ങളെ, നിങ്ങളൊന്ന് ഓർത്തുകൊള്ളൂ, നിങ്ങളുടെ ജീവിതമാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്.